ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രീമിൽ എങ്ങനെ റോസ് ഫ്ലവർ പെർഫെക്റ്റ് ആയിട്ട് വരക്കാം എന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. റോസ് ഫ്ലവർ കറക്റ്റായിട്ട് വരക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലൊരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വളഞ്ഞിട്ടുള്ളൊരു നോസിലാണ്, അതിൻ്റെ ആ ഒരു ടിപ്പ് ഭാഗം. അതുപോലെ ഒരു ഭാഗത്ത് തീരെ ഇതുണ്ടാവില്ല, വീതി ഉണ്ടാവില്ല, ഒരു ഭാഗം കുറച്ച് വീതിയിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു റോസ് ഫ്ലവർ വരക്കാൻ തന്നെ പല ടൈപ്പിലുള്ള നോസിലുണ്ട് കേട്ടോ. ഇങ്ങനെ വളയാതെ നേരെയുള്ള നോസിലൊക്കെ ഉണ്ട്. ഇത് നമ്പർ 61 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഞാനിത് ക്രീം അതിലേക്ക് ആക്കി കൊടുക്കാൻ ഈസി ആകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ക്രീം പൈപ്പിംഗ് ബാഗിൽ ആക്കലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെ വീതിയുള്ളൊരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാ ഞാനിതുപോലെ ക്രീം അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അവിടെ നമ്മുടെ ഈ ഒരു അറ്റഭാഗം റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് ഇതുപോലെ പിടിക്കുക. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കേക്കിലാണ് കേട്ടോ അത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടിപ്പ് ഭാഗത്ത് നിന്ന് ഈ ഒരു വീതി കൂടിയ ഭാഗം അടിയിലേക്കും വീതി കുറഞ്ഞ ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ വേണം നമുക്കിത് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് അധികം ക്രീം ഇതുപോലെ വരച്ചു കൊടുക്കുക, ബേസായിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ഫ്ലവർ നെയിലാണ് കേട്ടോ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഫ്ലവർ നെയിലില്ലാത്തവർ അത് വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ ഇടത് കയ്യിൽ ഈ ഫ്ലവർ നെയിലും പിടിക്കുക, വലത് കയ്യിൽ പൈപ്പിംഗ് ബാഗും പിടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ റൗണ്ടിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞതായതുകൊണ്ട് നമുക്ക് വളച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വളഞ്ഞ നോസിലായതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കുന്ന ആ ക്രീം ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ല കേട്ടോ, നമ്മൾ ഈ ഒരു ഇതിൻ്റെ ടിപ്പ് ഭാഗം. എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളിത് എങ്ങനെയാണോ പിടിക്കുന്നത് അതിനനുസരിച്ച് ഫ്ലവറിൻ്റെ ഡിസൈനിങ്ങിനും ചേഞ്ച് വരും. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. റൗണ്ടിലാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ വരച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയെടുത്ത ശേഷം നമ്മുടെ ക്രീം കുറച്ചൊന്ന് കേക്കിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് അവിടെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനായിട്ട് നമുക്ക് സിസേഴ്സ് കത്രിക വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പെൻ നൈഫ് ഉപയോഗിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ക്രീം കുറച്ച് ലൂസായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജ് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ക്രീം ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങനെ റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറുത് വേണമെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു നമ്മൾ വരക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഡിസൈനിങ് വരിക. അപ്പോൾ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് റോസ് ഫ്ലവറിൽ തന്നെ പല ഡിസൈനും വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് പൈപ്പിംഗ് ബാഗ് പിടിച്ചെടുക്കാനും. ആ ഒരു ഫ്ലവറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഹാർഡ് ഷേപ്പിലുള്ള കേക്കിൻ്റെ മുകളിലായിട്ടത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഹാർഡ് ഷേപ്പിൻ്റെ കേക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. മോൾഡ് ഇല്ലാതെ ഹാർഡ് ഷേപ്പിൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ബേസായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നുകൂടി ഈസി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ ഒരു ക്രീമിൻ്റെ പരുവത്തിലാക്കിയതിന് ശേഷം അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനാണെങ്കിൽ ക്രീമിൽ തന്നെ ചെയ്യണമെന്നില്ല, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഡിസൈൻ ചെയ്യുകയാണ്. ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ വേറൊരു ഭംഗി ഉണ്ടാവും. വേറെ രീതിയിലുള്ള ഫ്ലവറായിട്ട് നമുക്ക് റോസ് ഫ്ലവറായിട്ട് കിട്ടും. ഇതുപോലെ അടുപ്പിച്ച് ഇങ്ങനെ ഓരോ ലെയേഴ്സും ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇത് കിട്ടും. നോസിലിൻ്റെ അറ്റഭാഗത്ത് ഇങ്ങനെ ക്രീം വന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കണ്ട. അപ്പോൾ ഉണ്ടോ ഈ ഒരു ഡിസൈൻ വേറൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്കിൽ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫോർക്കിൽ വെച്ച് കൊടുത്താൽ ഈ ബാല നൈഫിനെ വേണമെന്നില്ല കേട്ടോ, അതുപോലെ കത്രിക തന്നെ വേണമെന്നില്ല. ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്കിൽ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ചെറുതും വലുതും ആയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ചെറുത് മതിയെങ്കിൽ ചെറുത്, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ നോസിൽ തന്നെ പല രീതിയിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ വേറെ ഏതെങ്കിലും ഡിസൈനുകൾ, ഏതെങ്കിലും നോസിൽ ഡിസൈൻ വേണമെന്നുള്ളവർക്കും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഏതാ പറയുന്നത് അതിനനുസരിച്ച് എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ചെറിയ അറ്റ ഭാഗമാണ് മുകളിലേക്ക് വരേണ്ടത്. ആ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു 2 കളറിൽ വരണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് വേറെ രീതിയിൽ പൈപ്പിംഗ് ബാഗിൽ 2 കളർ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു അറ്റഭാഗം മാത്രം കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറേ മെത്തേഡുകളുണ്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വരച്ചെടുക്കാം. വേറെ കുറേ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ബിഗിനേഴ്സിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞിട്ടുള്ളത്. ബിഗിനേഴ്സായിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ പ്ലീസ് അതൊന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയും ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്